ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് എന്ത് ഡിസ്കസ് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ട് നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും പ്രഗ്നൻസി ടൈം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം, നിങ്ങളോടത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ കുറച്ച് പേരെങ്കിലും, അങ്ങനെ എനിക്ക് തോന്നി. അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അങ്ങനെ മെഡിസിനൊക്കെ എടുത്തിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായതല്ല, വളരെ നോർമലായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി ആ കാർഡുമായിട്ട് കാർഡല്ല, ലാബിൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ടായിരുന്നു. ആ റിസൾട്ടുമായിട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടുത്തെ ഡോക്ടർ, നമ്മൾ ഒത്തിരി പ്രതീക്ഷയിലാണ് ചെല്ലുന്നത്. ഞാൻ മാത്രമായിട്ടോ അകത്തോട്ട് കയറിയത്, ഹസ്ബൻഡിനെ പോലും കയറിയില്ലായിരുന്നു, ഞാൻ തന്നെ കയറിയത്. അപ്പോൾ കയറി നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്തായിരിക്കും എന്താ പറയുക എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ആകാംക്ഷയിലാണ് പോയത്. ഇനി കൊച്ച് ഡെലിവറി കഴിഞ്ഞ് വന്ന് കുറേ നാൾ കഴിയുമ്പോഴും ഈ റിസൾട്ട് പേപ്പർ കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ എല്ലാവർക്കും വളരെ ബാലിശം എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ ആ റിസൾട്ടുമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് എന്നോട് ആ ഡോക്ടർ പറഞ്ഞു, കൂടെ ആരും വന്നിട്ടില്ലേ. അപ്പോൾ സ്കാൻ ചെയ്ത ടൈമിൽ ആ ഡോക്ടറിനോട് ചോദിച്ചു, സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പേടി തോന്നി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഹസ്ബൻഡിന് എൻ്റെ അത്രയും പോലും ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് ഇല്ലാതെയാണ് പോയത്, അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, കൂടെ ആരും വന്നിട്ടില്ലേ, ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ ഒട്ടും എന്താ പറയുക, നമ്മളോട് സോഫ്റ്റായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഡോക്ടർ സംസാരിച്ച്. പല ഡോക്ടേഴ്സും പല വിധത്തിലാണല്ലോ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നോക്കി ചെക്ക് ചെയ്തു, സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇതിലൊരു വലിയൊരു സിസ്റ്റ് കാണുന്നുണ്ട് ലെഫ്റ്റ് ഓവറിയിൽ. അപ്പം ഇത് അത്യാവശ്യം വലുതാണ്, അപ്പം നിങ്ങൾക്ക് ഓപ്പൺ സർജറി അല്ലാതെ അത് മാറ്റാൻ കഴിയില്ല. അതിലൊരു ഭാഗം ഹാർഡായിട്ടാണ്, ആ ഹാർഡായിട്ടുള്ള ഭാഗം ക്യാൻസർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. നമ്മൾ പ്രഗ്നൻ്റായ സന്തോഷം പങ്കുവെക്കാൻ, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാൻസർ വരെ എത്തി. എനിക്ക് പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാനോ ഒന്നും പറ്റിയില്ല, എന്ത് ചെയ്യാൻ, കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുവാണ്. അപ്പം ഇത് അബോർഷനാക്കി നിർവാഹമുള്ളൂ, നിങ്ങൾ എന്നാണ് സൗകര്യം വരുന്ന ഡേറ്റ് ഈ ഒരാഴ്ച പറഞ്ഞു, ആ ദിവസം കഴിഞ്ഞ് പോകരുത്, അതിനുള്ളിൽ നിങ്ങൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയോ എഴുന്നേറ്റു. ഹസ്ബൻഡ് കരയുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്, ആകെ വിഷമം. വീട്ടിലുള്ളവർ എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും മാറി മാറി വിളിക്കുകയാണ്. പക്ഷെ നമുക്ക് അവരോടൊന്നും ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വിഷമിച്ചൊരവസ്ഥയായിപ്പോയി. അപ്പം വീട്ടിൽ വന്നു, ഓരോരുത്തരും മാറി മാറി ഡിസ്കസ് ചെയ്തു. അപ്പം മമ്മിയുടെ അനിയത്തി നേഴ്സുണ്ട്, അപ്പോൾ ആൻറ്റി പറഞ്ഞു, അങ്ങനെയൊന്നും നീ ടെൻഷൻ അടിക്കാതെ, ഇതിപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞെന്ന് ഓർത്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല, നമുക്ക് വേറൊരു ഡോക്ടറെ കൂടെ നോക്കാം, എത്രയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ക്യാൻസറും അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതിരിക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മാതാ ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പം മാതാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജയ്പാൽ എന്ന് പറഞ്ഞ ഡോക്ടറായിട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും ഇത്ര സിസ്റ്റം ക്യാൻസറും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് കയറിയപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് ആദ്യത്തെ തവണ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കമില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് നിങ്ങൾ ഇനി വീണ്ടും വരണ്ട, ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഡാഡിയും മമ്മിയും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറപ്പിച്ചു, ഒന്നിലെ കുഞ്ഞിനെ കിട്ടില്ലായിരിക്കും, അതായിരിക്കും പറയുന്നതെന്ന് ഓർത്തു. അപ്പം പറഞ്ഞു, മോളെ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു സംഭവമാണ്, ഇപ്പം 100 പേർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, 100-19 പേർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ 3 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാപ്രോസ്കോപ്പി വഴി നമുക്കത് റിമൂവ് ചെയ്യാം,
അതല്ലെങ്കിൽ സിസേറിയൻ ആണ് ഡെലിവറി എങ്കിൽ സിസേറിയൻ ടൈമിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഓപ്ഷൻ കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ കുഞ്ഞിനെ കിട്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ 2 ഓപ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അബോർഷൻ ചെയ്യണം, നിങ്ങൾക്ക് ക്യാൻസറിൻ്റേത് വരെ ഉണ്ട്, നിങ്ങൾ എത്രയും വേഗം അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. മറ്റൊരു ഡോക്ടർ പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും നമുക്ക് ആ ഡോക്ടർ ഒരു ദൈവത്തെ പോലെ തോന്നി കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് മോളേന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ സത്യത്തിൽ ആ മനുഷ്യനെ നമുക്ക് ദൈവത്തെ പോലെ തോന്നി. ഡോക്ടേഴ്സൊക്കെ നമ്മുടെ ദൈവങ്ങളാണെന്ന് പറയുന്നത് ദൈവങ്ങളും ആകാം, മറ്റേ പിശാചുക്കളും ആകാം എന്ന രണ്ട് ഓപ്ഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. അപ്പം ശരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചില 100-3 പേർക്ക് ഇത് പൊട്ടിപ്പോകാമെന്ന്, അങ്ങനെ എന്തോ വേറൊരു ടൈമാട്ടോ യൂസ് ചെയ്തത്. അങ്ങനെ വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോൾ നല്ല പെയിനായിരിക്കും, സഹിക്കാൻ പറ്റാത്ത പെയിനായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ സർജറി ചെയ്യേണ്ടി വരും, അത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം 3 മാസം കഴിഞ്ഞാൽ സേഫാണ്. അപ്പം 3 മാസം ആവുന്ന ഒരു അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു, 7 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ ആ സിസ്റ്റിൻ്റെ വലിപ്പം. അപ്പം അതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ഒന്നും എടുക്കണ്ട, കുറച്ച് 3 മാസം ആകുന്നവരെ ഒന്ന് കെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം വേണമെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ 3 മാസം ആകുമ്പോൾ നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 103 പേരാണെങ്കിലും ഞാനപ്പോഴും ഡാഡിയോട് പറഞ്ഞു, ഡാഡി നമുക്കിത് മാറ്റി വെക്കണ്ട, ഞാൻ ആ 100-3 പറഞ്ഞു. എന്തോ അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് 3 മന്ത് കംപ്ലീറ്റ് ആവുന്നത് ഒരു ജൂലൈ 23-നാണ്. അപ്പം 25-ന് സർജറിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു. അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് വരാനായിട്ട് പറഞ്ഞു. ജൂലൈ 23 കഴിഞ്ഞ് 24 രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നു. സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വീട്ടുകാർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പം ഛർദിലൊക്കെ നോർമലാണല്ലോ, ഗ്യാസ് കയറിയതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. സ്വതവേ ഇച്ചിരി വേദനകൾ സഹിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അവർക്ക് എൻ്റെ വേദന അത്ര കാര്യമാക്കിയില്ല. അത് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റത്തില്ലല്ലേ, മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എല്ലാവർക്കും പേടിയായി. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് വേഗം രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് അപ്പം എനിക്ക് ഡോക്ടറെ കാണുന്നില്ല. അപ്പം അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് അവരെന്നോട് പറഞ്ഞു ജയ്പാൽ സാറ് എമർജൻസി ആണെങ്കിലൊക്കെ വരത്തുള്ളൂ, അല്ലെങ്കിൽ വരാറില്ല, നമ്മളിവിടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെയിനൊരു ഇഞ്ചക്ഷൻ എടുത്തു, കുറയുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയ്പാൽ ഡോക്ടർ വന്നു. സാറിനെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അയ്യോ അപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നാട്ടോ ചിന്തിച്ചത്. അപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു മോളെ പെയിൻ കുറഞ്ഞില്ലേ, സാരമില്ല കേട്ടോ, നമുക്കെന്നാ എടുത്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ അനസ്തേഷ്യയൊക്കെ തന്നു. അങ്ങനെ സർജറി ചെയ്തു. എനിക്ക് പിന്നെ ഓർമ്മ വന്ന് ബോധം വന്നപ്പം എനിക്ക് എന്താ പറയുക, കണ്ണ് തുറന്ന് കൊച്ചിന് വല്ലതും പറ്റിയോ അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ നേഴ്സിനോട് ചോദിച്ചു കേട്ടോ, സിസ്റ്റർ എന്താ എൻ്റെ കാര്യം എന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ വേറൊരു സിസ്റ്ററിനോട് ചോദിക്കുക ഇതേതാ അബോർഷൻ കേസാണോ എന്ന്. അയ്യോ വെള്ളിടി വെട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ പിന്നെ ആ സിസ്റ്ററിനോട് ചോദിക്കാനും പോയില്ല, ഒന്നും ചോദിച്ചില്ല. പിന്നെ അപ്പോൾ നമുക്ക് സർജറി ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഓവറി റിമൂവ് ചെയ്യേണ്ടി വരുമായിരിക്കും എന്നൊക്കെ ഉള്ളതിൽ നമ്മളെ കൊണ്ട് കൺസെൻറ്റ് ഫോമിലൊക്കെ സൈനൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. സാർ റൗണ്ട്സിന് വന്നപ്പം സാർ വന്ന് സംസാരിച്ചു, മോളെ ബേബി സേഫാണ് എന്ന് ആദ്യം പറഞ്ഞു. അത് കേട്ടപ്പം വന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷമായിരുന്നു. ഓവറി ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല, വെള്ളം കുറച്ച് കഴിയുമ്പോൾ തരും കേട്ടോ, ഇപ്പോൾ വെള്ളം ചോദിക്കണ്ട, വൊമിറ്റ് ചെയ്യും, അതുകൊണ്ടാട്ടോ തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. നമുക്ക് പിന്നെ വന്ന സന്തോഷം കൊച്ചിനെ കൈ കിട്ടിയ പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ. അത്രയും വിഷമിച്ചിരുന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് ഡോക്ടറുടെ വായിന്ന് കേട്ടപ്പോൾ അത്രയും സന്തോഷം തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ടൈം കഴിഞ്ഞു. പിന്നെ നമുക്ക് റെസ്റ്റ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല. മാതയിൽ തന്നെയാണ് പിന്നെ കംപ്ലീറ്റ് കാണിച്ചത്, ജയ്പാൽ ഡോക്ടറെ ആയിരുന്നു. ഡെലിവറി നോർമലായിരുന്നു. കൊച്ചിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു, 3.8 ആയിരുന്നു.
അപ്പം വാക്കം ആയിട്ടായിരുന്നു കേട്ടോ ഡെലിവറി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒത്തിരി കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിഷമിച്ചെങ്കിലും ഒരു പ്രശ്നമില്ലാത്തൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നു. അത് ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ജയ്പാൽ ഡോക്ടറെ ആട്ടോ പറയുന്നത്. കാരണം ആ ഡോക്ടർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ചിട്ട് ആ കുഞ്ഞിനെ കളയേണ്ടി വന്നേനെ. സത്യത്തിൽ ഒരു ഡോക്ടറുടെ അശ്രദ്ധ മൂലം ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് ആ ഡോക്ടറിൽ നിന്ന് വന്ന അനുഭവം എൻ്റെ ഫ്രണ്ടിനും സെയിം തന്നെ ഇൻസിഡൻറ്റ്, രണ്ടാമത്തെ ആളാണ്, സെയിം ഇൻസിഡൻറ്റ് തന്നെ വന്നായിരുന്നു കേട്ടോ. പറയാനായിട്ട് ഒരാൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിനും ഈ സെയിം അവസ്ഥ തന്നെ ഉണ്ടായി. ആദ്യം ഞാൻ ഫസ്റ്റ് കണ്ട ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞിന് തല വലുതാവുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും വേഗം അബോർഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം എൻ്റെ അവസ്ഥ അറിയാലോ, അതുകൊണ്ട് വേറെ ഡോക്ടറെ അടുത്ത് പോയി കാണണം എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക, ഈ ഡോക്ടറല്ലേ പറഞ്ഞത്, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് അവർ പോയി മിറ്റേറയിലായിരുന്നു അപ്പം ജയ്പാൽ സാറ്. അപ്പോൾ ജയ്പാൽ ഡോക്ടറെ അടുത്ത് പോയി കണ്ടു. ആ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു എന്തുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതെന്ന്. അപ്പം അവർ പറഞ്ഞു ഒരു പ്രശ്നവും ആ കുഞ്ഞിനില്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങളിങ്ങനെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഒരു ഡൗട്ട് മനസ്സിലിരിക്കേണ്ട, അതുകൊണ്ട് ഏതൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്തു കേട്ടോ, അതില്ലാന്ന് നിങ്ങൾക്ക് 100% ഷുവറായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, കുഞ്ഞ് നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിനോട് പറയാനുണ്ട്, നമുക്ക് ആ ഡോക്ടറെ പോയി ഒന്ന് കാണിച്ചാലോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആയിട്ട്. ആ ഡോക്ടറുടെ ഒരു അശ്രദ്ധ കാരണം നഷ്ടപ്പെടേണ്ടിയിരുന്ന കുഞ്ഞുങ്ങളത്. അതുപോലെ ഡോക്ടേഴ്സ്, ഓരോ ഡോക്ടർമാരും ഓരോ ഡോക്ടറിനല്ലോ ഏത് പൊസിഷനാണേലും ഏത് ജോലിയിലാണേലും നമ്മുടെ ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവനുകൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പം എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ എന്നും കൂടെ അറിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടെ പങ്കുവെക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോക്കുള്ള ആളിവിടെ റെഡിയാണ് കേട്ടോ, ഇത് സെക്കൻഡാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞേ, ബൈ ബൈ. ശരി.